ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഗാനത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന വരികൾ. ബി.ജെ.പി. കേരളം എന്ന യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിട്ട ഗാനമാണ് പുലിവാൽ പിടിച്ചത്. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണത്തെ തകർക്കാൻ മുന്നോട്ട് വരണമെന്ന അർത്ഥം വരുന്ന വരികളിലാണ് പാട്ടിലുള്ളത്. നേരത്തെ പദയാത്രയുടെ പോസ്റ്ററും വിവാദത്തിലായിരുന്നു. SC/ST നേതാക്കളോടൊപ്പമാണ് ഉച്ചഭക്ഷണമെന്ന് കാണിച്ചുള്ള പോസ്റ്ററാണ് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയത്. സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ആദ്യം പോസ്റ്റർ പിന്നെ പാട്ട്, ഇതിലൊക്കെ എന്താണ് ഈ നേതൃത്വത്തിന്റെ വിശദീകരണം? അവർ പറയുന്നത് എന്താണ്? ഗോകുൽ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നടത്തുന്ന കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട പ്രചരണ പോസ്റ്ററും അതിന് പിന്നാലെ തന്നെ പ്രചരണ ഗാനവും വിവാദത്തിൽ ഉൾപ്പെടുകയാണ്. അതിലെ ഏറ്റവും ആദ്യം ഇന്ന് രാവിലെയൊക്കെയുള്ള വിവാദം അത് SC/ST നേതാക്കളെ ഭക്ഷണത്തിന് ക്ഷണിച്ചു എന്ന് കാണിച്ചുള്ള പോസ്റ്ററായിരുന്നു ആദ്യം വിവാദമായത്. പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രചരണ ഗാനം കൂടി വിവാദമാകുന്ന ഒരു സാഹചര്യമുള്ളത്. ബി.ജെ.പി. കേരളം എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ഗാനത്തിലാണ് അതൊരു വിവാദത്തിനപ്പുറത്തേക്ക് ഒരു വലിയ അമളി ഇവർക്ക് പറ്റിയിരിക്കുന്നത്. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം തച്ചുടയ്ക്കാൻ അണിനിരക്കു കൂട്ടരെ എന്നുള്ള ഗാനത്തിലെ വരിയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന നിലയിലേക്ക് ഇതിൽ ഉൾപ്പെട്ടത്. ബി.ജെ.പി. കേരളം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഗാനം പുറത്തു വന്നത്. അതിന് പിന്നാലെ ഈ ഗാനം അതിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ വരികൾ ഉൾപ്പെട്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. പറ്റിയ അമളി ആ സമയത്ത് തന്നെ ബി.ജെ.പി. നേതാക്കളോ ഈ ഗാനം തയ്യാറാക്കിയവരൊന്നും തിരിച്ചറിഞ്ഞതുമില്ല. ഈ നേരത്തെ ഈ പോസ്റ്റർ വാദം വലിയ നാണക്കേടിലേക്ക് ബി.ജെ.പി. എത്തിച്ചിരുന്നു. വിവിധ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും അതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കെ. മുരളീധരൻ MP ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. മാത്രമല്ല പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റിയും പോസ്റ്ററിനെതിരെ രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ ബി.ജെ.പി. മാപ്പ് പറയണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ആ നിലയിൽ തുടക്കം മുതൽ ഏതായാലും കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ഒരു വശത്ത് വിവാദത്തിലായതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പാട്ടും ഈ പദയാത്രയുടെ ഭാഗമായി പ്ലേ ചെയ്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ആ പാട്ട് വന്നതോടുകൂടിയാണ് അതും വിമർശനത്തിനും വിവാദത്തിനും വഴിവെച്ചിരിക്കുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്.